നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയുമായാണ് എത്തിയിരിക്കുന്നത്. വെൽക്കം ടു ദ വീഡിയോ. 3 തേങ്ങയാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. 3 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 25 വറ്റൽമുളക്, 3 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു വലിയ കഷ്ണം പുളി, അതായത് ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ, 5 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 3 തണ്ട് കറിവേപ്പില. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അമർത്തിയെടുക്കാം. തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അമർത്തിയെടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒന്ന് വറുത്തെടുക്കാം. നല്ല ചുമന്ന് വരുന്നത് വരെ വറക്കുക. തുവരപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ചീനച്ചട്ടിയിൽ അടിച്ചു വച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വേണം 5 മിനിറ്റ് വറുത്തെടുക്കേണ്ടത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മുളക്, കറിവേപ്പില, പുളി, കുരുമുളക് പൊടി എല്ലാം ഇട്ട് നല്ലവണ്ണം വറുത്തെടുക്കാം. തേങ്ങ അടിച്ചെടുത്തത് എല്ലാം ഒരുപോലെ വറുത്ത് കിട്ടുന്നതിന് വേണ്ടിയാണ്. മറ്റുള്ള എല്ലാ ചേരുവകളും ഇട്ടതിന് ശേഷം 5 മിനിറ്റ് ഫ്ലെയിം കൂട്ടി വെച്ചും 10 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചും വറുത്തെടുക്കാം. തേങ്ങയെല്ലാം നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽ മുളകിന് പകരം മുളക് പൊടിയും ഉപയോഗിക്കാം. ആദ്യം ഉഴുന്നുപരിപ്പും തുവരപ്പരിപ്പും പൊടിച്ചതിന് ശേഷം തേങ്ങ നല്ലവണ്ണം തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഉഴുന്നുപരിപ്പും തുവരപ്പരിപ്പും അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്ത തേങ്ങയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അമർത്തിയെടുക്കുക. ചമ്മന്തിപ്പൊടി റെഡി. ഇനി ഇതൊരു എയർ കയറാത്ത പാത്രത്തിലിട്ട് അടച്ച് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുക. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.